നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് നിതിന് അനിഷ്ടമായിട്ടുള്ള എന്തോ കാര്യം സംഭവിച്ചു എന്ന വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. നിതിൻ രാജ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികളുടെ മൊഴിയും ലഭിച്ചു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് അധ്യാപികയുടെ പരാതി ലഭിച്ചതിനാലാണ് നിധിനെ ചേംബറിലേക്ക് വിളിപ്പിച്ചത് എന്ന് കോളേജ് പ്രിൻസിപ്പൽ വിനോദ് മോനി പറഞ്ഞു. അധ്യാപികയുടെ നമ്പർ ആർക്കും നൽകിയില്ല എന്ന് നിതിൻ പറഞ്ഞു. അധ്യാപിക തെളിവുകൾ കാണിച്ചതിന് പിന്നാലെ നിതിൻ മൊബൈൽ ഫോൺ തന്നെ ഏൽപ്പിച്ചുവെന്നും പ്രിൻസിപ്പൽ പറയുന്നു. നിതിൻ രാജിന്റെ വീട്ടിലെത്തിയ വിദ്യാർത്ഥികളും അധ്യാപകൻ റാമിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുമ്പിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിയിൽ ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല, ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുപ്പിട്ടാണ് പറയാറുണ്ട്. പക്ഷേ നിറം കൂടെ കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താക്കാൻ സംസാരിക്കുന്നത് ഇപ്പം ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ ശേഷം സീനിയേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു ട്രോമ നടത്തുന്നുണ്ട്, അവരും സൂസൈഡ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾക്ക് പറഞ്ഞു റാമെന്ന സാറുണ്ട്, എല്ലാവരും നോക്കുക, സാർ എന്താണ് പറഞ്ഞത് അത് ചെയ്യുക, സാർ അറ്റൻഡൻസ് കളയും. അതാണ് നമ്മളെത്രയും പേടി. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ കയറി അന്നത്തെ ദിവസം കളയും, പിറ്റേ ദിവസം കളയും, ഒരു മാസത്തെ വേണമെങ്കിൽ എങ്ങനെ കളയും. അത് പേടിച്ചിട്ട് ക്ലാസ്സിൽ പോകണേ. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല. മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ്സെങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോകും. ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചു വെച്ചോക്കും. പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാവരും ഇറങ്ങിപ്പോക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ് രണ്ടിന് അറ്റൻഡൻസാണ് കളയുന്നത്. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്ന അവൻ ടാർഗറ്റായിരുന്നു സാറിൻ്റെ. കേസിൽ പ്രതികളായിട്ടുള്ള അധ്യാപകർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. വിദ്യാർത്ഥി പ്രതിനിധികളുമായി ഇന്ന് നടന്ന ചർച്ചയിൽ മാനേജ്മെന്റിന്റെ യഥാർത്ഥ പ്രതിനിധികൾ എത്തിയില്ല എന്നും ആരോപണമുണ്ട്. KV ബൈജു കൂടുതൽ വിവരങ്ങൾ നൽകും. ബൈജു, ആദ്യം തന്നെ പോലീസ് ശേഖരിച്ച CCTV ദൃശ്യത്തെപ്പറ്റി അതിലെന്തൊക്കെയാണുള്ളത്? ഈ നിധിന് ആ മുറിയിൽ നിന്നും എന്തോ തിക്താനുഭവം ഉണ്ടായി എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണോ ആ ദൃശ്യങ്ങൾ? തീർച്ചയായും എന്തോ നിർണായക ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഓരോ മണിക്കൂറുകളിലും പുതിയ ഈ റാമിനെതിരെ പുതിയ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധവും ഒരു ഭാഗത്ത് ഉയരുന്ന സാഹചര്യമുണ്ട്. പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും 35 മിനിറ്റ് ഈ നിതിൻ രാജും ഒപ്പം ടീച്ചറും അതുപോലെ തന്നെ മറ്റൊരു ടീച്ചറും ഇങ്ങനെ 3 പേരും കൂടി നടന്ന സംഭാഷണം അത് മുഴുവൻ പോലീസിന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അതിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളാണ് അവിടെ ചർച്ച നടന്നത്. അതോടൊപ്പം ഈ ഒരു ഫോൺ പിടിച്ച് വെച്ചു പ്രിൻസിപ്പൽ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഫോൺ തന്നെ ഏൽപ്പിച്ചിട്ട് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ ഒന്നും പ്രതികരിക്കാൻ പ്രിൻസിപ്പൽ നമുക്ക് മുന്നിൽ പ്രതികരിക്കാനോ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനോ ഒന്നും തയ്യാറാവാത്ത പ്രിൻസിപ്പൽ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോഴാണ് ഇപ്പോൾ ഇതിലെ പ്രതിരോധിക്കുന്ന രീതിയിൽ വാക്കുകളുമായി രംഗത്ത് വരുന്നതെന്നും പ്രധാനമാണ്. ഏതായാലും അവിടെ നിന്നും ഫോൺ പിടിച്ചു വെച്ചതിന് ശേഷം അവിടെ കരഞ്ഞുകൊണ്ട് നിതിൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് 10 മിനിറ്റിനകം നിതിൻ ജീവനൊടുക്കുന്നു. ഇതാണ് കൃത്യമായി സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ പോലീസ് അപ്പോഴും കൃത്യമായി പറയുന്നുണ്ട് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല നിതിൻ ജീവനൊടുക്കാൻ കാരണം. അതിൽ പ്രധാനപ്പെട്ട മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഉടൻ തന്നെ പോലീസ് അതിന്റെ അന്വേഷണ ഘട്ടത്തിലാണുള്ളത്. അത് ഉടൻ തന്നെ പോലീസ് പുറത്തുവിടുമെന്നാണ് പറയുന്നത്. ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് വളരെ മോശമായാണ് വിദ്യാർത്ഥികളോട് അദ്ദേഹം സംസാരിക്കൽ. ജാതീയമായ അധിക്ഷേപമുണ്ട്. പലതരത്തിൽ ഇവരെ ആക്ഷേപിക്കുന്ന തരത്തിൽ പറയലുണ്ട്. അതായത് കറുത്ത പെൺകുട്ടികളെ കറുത്ത പശു എന്ന് ആണ് വിളിക്കാറുള്ളത് ഇയാൾ. അതുകൂടാതെ വെളുത്തവരെ വെള്ളപ്പാറ്റ എന്ന് വിളിക്കും. മാത്രമല്ല ഒരു സഹപാഠിയെ കൊണ്ട് ചെരുപ്പ് കൊണ്ട് അടുപ്പിക്കാൻ ശ്രമിച്ചു. ഒരു പെൺകുട്ടി കരയാൻ പറ്റാതെ ക്ലാസ്സിനകത്ത് നിന്നു. അവസാനം ഈ അധ്യാപകൻ പോയതിനു ശേഷം പൊട്ടിക്കരയുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ ഈ റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഓരോ മണിക്കൂറുകളിലും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇയാൾ മറ്റൊരു വലിയ വിരോധാഭാസം, ഇയാൾ ഈ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ ആ ഒരു അംഗമായി ഇയാൾ ആ ഒരു സമിതിയിൽ ഉണ്ട് എന്നാണ്. അത് ഇത്രത്തോളം വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ
അവരെ ഇത്രത്തോളം അവഹേളിക്കുന്ന, വളരെ മോശമായി സംസാരിക്കുന്ന ഒരാളാണ് ഈ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ ഒരു അംഗമായി തുടരുന്നതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റിനെതിരെയും വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഇന്ന് വിദ്യാർത്ഥി പ്രതിനിധികളുമായി കോളേജ് യൂണിയൻ ഭാരവാഹികളുമായി ഒരു ചർച്ച വെച്ചിരുന്നു. പക്ഷെ അതിൽ ഈ മാനേജ്മെന്റ് പ്രതിനിധികൾ ആരും വന്നില്ല. ഒരു മാനേജ്മെന്റ് പ്രതിനിധിയായി എത്തിയ ആളാകട്ടെ ഇതൊന്നും പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചത് ഈ കാര്യമൊക്കെ. കാരണം ഇതൊന്നും കൃത്യമായ ആരാണ് ഇതിന്റെ മാനേജ്മെന്റ് എന്ന് ഇപ്പോഴും വിദ്യാർത്ഥികൾക്കോ അവിടെയുള്ള അധ്യാപകർക്കോ അറിയില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥ മാനേജ്മെന്റ് ആരാണോ അവരുമായി ചർച്ച നടത്താതെ ഇനി ക്ലാസുകളിൽ കയറില്ല, ബഹിഷ്കരണം നടത്തുമെന്നാണ് അവസാന വർഷ വിദ്യാർത്ഥികൾ പറയുന്നത്. അങ്ങനെയാണ് അവർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മാനേജ്മെന്റ് ആരാണെന്ന് ഇതുവരെ വ്യക്തമല്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ ഇന്നലെ മുതൽ ഈ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാൻ, അവിടെ എത്തുന്ന ദൃശ്യമാധ്യമങ്ങളെ നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് പ്രതികളെ കൃത്യമായ ആളുകൾ അവിടെ ഉണ്ടെന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. ഇവരുടെ ഫോട്ടോ ഉൾപ്പെടെ അവിടെ എത്തിയ നമ്മളെ ഉൾപ്പെടെ ഈ പ്രതികരിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോ എടുത്ത് ഈ മാനേജ്മെന്റ് കൈമാറിയിരിക്കുന്നു. പക്ഷെ അതാരാണ് മാനേജ്മെന്റ് എന്ന് ഇപ്പോഴും വിദ്യാർത്ഥികൾക്കറിയില്ല. യഥാർത്ഥ ഉടമ ആരാണ്, ഈ ഒരു സ്ഥാപനത്തിന്റെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്ന് ഇതുവരെ അറിയില്ല. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവർ എത്തണം, ഇവരുമായി ചർച്ച നടത്തണം, ഈ റാമിനെ എവിടെ നിന്നും പുറത്താക്കണം. അതാണ് ഇവരുടെ പ്രധാന ആവശ്യം. അതുകൂടാതെ മറ്റു ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പ്രധാനമായും അവർ ആവശ്യം ഉന്നയിക്കുന്നത് ഈ അധ്യാപകനെ അവിടെ നിന്നും പുറത്താക്കണം എന്ന് തന്നെയാണ്. ബൈജു തന്നെ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, റാം ആണ് അവിടുത്തെ ആന്റി റാഗിംഗ് സെല്ലിന്റെ ചുമതല വഹിച്ചിരുന്ന അധ്യാപകൻ എന്നതാണ്. അതെന്തായാലും കേമമായി. അദ്ദേഹം തന്നെ ഇതിൽ ഏറ്റവും അനുയോജ്യനാണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്തൊക്കെയാണ് ഇത്തരം ചുമതലയുള്ള ഒരാൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ വിദ്യാർത്ഥികൾ അവിടെ അനുഭവിച്ചിരുന്ന മോശപ്പെട്ട അനുഭവങ്ങൾ അത് എത്രമാത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അതല്ലോ, കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ കൊടുക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇത്രത്തോളം ആരോപണം ഇയാൾക്കെതിരെ നേരത്തെ നടപടിയെടുത്ത ഒരു അധ്യാപകൻ, നടപടിക്ക് വിധേയനായ ഒരു അധ്യാപകൻ, അതിനുശേഷം നിരവധി പരാതികൾ ഈ അധ്യാപകനെതിരെ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഒരാളാണ് ഈ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ അംഗമായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതോടൊപ്പം കൂടുതൽ കുട്ടികൾ ഈ ഒരു തങ്ങൾ നേരിട്ട അധിക്ഷേപത്തിനെതിരെ വരുന്നുണ്ട്. ഇയാളുടെ സ്ഥിരം പരിപാടി ഇത്തരത്തിൽ ചെരുപ്പിടാതെ വരുന്നവരെ കോളനി എന്നാണ് ഇയാൾ വിളിക്കുന്നത്. അത്രത്തോളം അധമനായ ഒരു അധ്യാപകൻ. ആ വിദ്യാർത്ഥികൾ അതെല്ലാം ഇപ്പോൾ ഓരോ കാര്യങ്ങളും പുറത്തു പറയുന്നുണ്ട്. ഇന്നലെ നമ്മൾ അവിടെ എത്തിയതിനു ശേഷമാണ് വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ പോലും തയ്യാറത്. കാരണം അത്രത്തോളം ഭയപ്പാടോടുകൂടിയാണ് ആ വിദ്യാർത്ഥികൾ കഴിയുന്നത് അവിടെ. അവർക്ക് വലിയ ആശങ്കയുണ്ട്. ഇനിയിപ്പോൾ അവർ പറയുന്നത് നിതിൻ രാജിന് നീതി ലഭിക്കണം, ഇനി തങ്ങളുടെ ഭാവി എന്താകുമെന്ന് തങ്ങൾക്കറിയില്ല. അത്രത്തോളം വലിയ ഭീഷണി ഉണ്ട്, അതുമാത്രമല്ല ഭയമുണ്ട് ഈ ഒരു കാര്യത്തിൽ. പക്ഷേ ഇതിലൊരു തീരുമാനമാവാതെ ഇനി ക്ലാസുകളിലേക്ക് കയറില്ല, ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ നീങ്ങുന്നു. അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അവിടെയുള്ളത്. മറ്റ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അവധിയാണ്. ഈ അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഇന്ന് മാനേജ്മെന്റ് തലത്തിലുള്ള ഒരു ചർച്ച വിളിച്ചതും ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഈ ഒരു അനുഭവം ഉണ്ടായത്. അങ്ങനെ മാനേജ്മെന്റ് പ്രതികൾ ആര് ഒന്നുപോലും അറിയാതെ ഒരു കോളേജാണ് ഇത് നടത്തുന്നതെന്നാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത്. എന്തായാലും വലിയ തോതിൽ പ്രതിഷേധം റാമിനെതിരെ ഉയരുന്നുണ്ട്. പോലീസ് ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആത്മഹത്യ, പ്രേരണ കുറ്റം, അതോടൊപ്പം SC/ST അതിക്രമം തടയൽ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാളും സംഗീത എന്ന് പറയുന്ന മറ്റൊരു അധ്യാപിക, ഇവർക്ക് രണ്ടുപേർക്കെതിരെയാണ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ കൂടുതൽ ശേഖരിച്ച് കൃത്യമായി ആ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതികളുടെ അറസ്റ്റിലേക്ക് മറ്റും കടക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയത്. അത്തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രിൻസിപ്പലിന്റെ മുറിയിലകത്തുള്ള CCTV ദൃശ്യങ്ങൾ, നമ്മളാണ് ആ കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്, ഇന്നലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് പോലീസ് കണ്ടെടുത്തു. അതിൽ കൃത്യമായി എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഇത് ഫെബ്രുവരി മാസം ആദ്യവാരമാണ് ഈ നിതിൻ ലോൺ ആപ്പ് വഴി, ഇത്തരത്തിൽ മൊബൈൽ ആപ്പ് വഴി ലോൺ എടുക്കുന്നത്. അതായത് 14,000 രൂപ കുടുംബം പറഞ്ഞത് വളരെ കൃത്യമാണ്. ആ കുടുംബം പറഞ്ഞ രീതിയിൽ 14,000 രൂപയാണ് അതിൽ നിന്നും ലോണായി എടുത്തിട്ടുള്ളത്. അതിൽ 5,000-ഓളം രൂപ തിരിച്ചടച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ആ ആപ്പ് കമ്പനി, അതായത് 10-ാം തീയതിയാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്നത്. 9-ാം തീയതി 98 പ്രാവശ്യമാണ് നിതിൻ രാജിനെ ആ ആപ്പ് അധികൃതർ ബന്ധപ്പെട്ടത്, ഭീഷണിപ്പെടുത്തിയത്, സന്ദേശങ്ങൾ അയച്ചത്, അതോടൊപ്പം കോൾ കൂടി വിളിച്ചത്. അതേ സമാനമായി ലത എന്ന് പറയുന്ന ഈ നിതിന്റെ പ്രിയപ്പെട്ട അധ്യാപികയെ 26 തവണ
വിളിച്ചതായും തെളിവുകൾ കണ്ടെത്തി. അതായത് നിതിൻ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ചിലപ്പോൾ അതായിരിക്കും എന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു കാര്യം, അത് ലത എന്ന് പറയുന്ന അധ്യാപക വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായാണ്. നിതിനെ അത്രത്തോളം ചേർത്ത് പിടിച്ചൊരു അധ്യാപികയാണ്. അവരുടെ നമ്പർ ഉപയോഗിച്ചായിരുന്നു ഈ ആപ്പിൽ നിന്ന് പണമെടുത്തൊക്കെ തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത് അങ്ങനെ ശരിയല്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അതായത് റെഫറൻസിനായി അധ്യാപികയുടെ നമ്പർ നിതിൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ നമ്പർ ഈ ഒരു ആപ്പ് കമ്പനിക്ക് കിട്ടുന്നു, മൊബൈൽ ആപ്പ് കമ്പനി കിട്ടുന്നു. നിരന്തരം വിളിച്ച് ഈ ലത എന്ന് പറയുന്ന അധ്യാപികയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. 10-ാം തീയതി രാവിലെ പ്രിൻസിപ്പളിന് അധ്യാപിക ഇതിൽ പരാതി കൊടുക്കുന്നു. അങ്ങനെ നിതിനെ അവിടെ വിളിച്ചു വരുന്നു. നിതിൻ വിളിച്ചു വരുത്തുന്ന ദൃശ്യം, ആദ്യം നിതിനകത്തേക്ക് കടന്നു പോകുന്ന ദൃശ്യമുണ്ട്. അതിനുശേഷം നിതിനോട് മൊബൈൽ എടുത്തു കൊണ്ടുവരാൻ ഈ പ്രിൻസിപ്പൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ മൊബൈലുമായി രണ്ടാമത് തിരിച്ചു വരുന്ന ദൃശ്യങ്ങളുണ്ട്. പിന്നീട് അവിടെ നടക്കുന്ന മുഴുവൻ സംഭാഷണങ്ങളും, അവിടെ നടന്ന സംഭാഷണങ്ങൾ, അതുകൂടാതെ ഈ ആപ്പ് അധികൃതരുമായി അവിടെ നിന്ന് തന്നെ വിളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം ഈ CCTV ദൃശ്യത്തിലുണ്ട്. അതിനുശേഷം പോലീസ് പറയുന്നതാണെങ്കിൽ ഈ മൊബൈൽ അവിടെ പിടിച്ചു വെച്ചു എന്നാണ്. അതിനുശേഷം ഇവർ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് നിതിൻ പോവുകയും 10 മിനിറ്റിനകം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രിൻസിപ്പൾ അത് നിഷേധിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൾ പറയുന്നത് മൊബൈൽ അവിടെ ഏൽപ്പിച്ച് നിതിൻ പുറത്തേക്ക് പോവുകയായിരുന്നു എന്നാണ്. പക്ഷെ പോലീസ് പറയുന്നത് അങ്ങനെയല്ല. പക്ഷെ ഈ പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് ഈ സമയം വരെ ഏതെങ്കിലും തരത്തിൽ തെറ്റായോ അത്തരം മോശമായ രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടായെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ പോലീസ് പറയുന്നുമില്ല. പക്ഷേ റാം എന്ന് പറയുന്ന ഈ അധ്യാപകനെതിരെ വലിയ തോതിൽ ആക്ഷേപമുണ്ട്. നിതിനെ വലിയ തോതിൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നു. അതായത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ നിസ്സഹായ അവസ്ഥയിലായിരുന്നു നിതിൻ എന്ന് വേണം പറയാൻ. ഇത് നിതിൻ മാത്രമല്ല, അവിടെയുള്ള എല്ലാ പെൺകുട്ടികളെയും അടക്കം ഇയാൾ വലിയ തോതിൽ അധിക്ഷേപിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പ്രതികരണമായി രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. ഏതായാലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് വലിയ തോതിലുള്ള പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ഈ റാമിന് ഒരു ക്ലിനിക് ഉണ്ട്. അവിടെ ആ ക്ലിനിക്ക് താഴിട്ട് പൂട്ടുന്ന രീതിയിലുള്ള പ്രതിഷേധ സമരമാണ് നടത്തിയത്. ഇനി വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകും. പ്രധാനമായും ഉയരുന്ന ആവശ്യം റാമിനെ ആ കോളേജിൽ നിന്നും പിരിച്ചുവിടണം എന്ന് തന്നെയാണ്. അതോടൊപ്പം ഈ റാമിനെ അറസ്റ്റ് ചെയ്ത് ഈ ഇതിന്റെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കണമെന്നൊരു ആവശ്യവും വിവിധ സംഘടനകളും പാർട്ടികളും കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമായി തുടങ്ങുന്നുണ്ട് വിദ്യാർത്ഥികളുടേതായിട്ടുള്ള. നമുക്ക് അതിലേക്ക് പോയ ശേഷം ഞാൻ ബൈജുലേക്ക് തിരികെ എത്താം. ഹൗസ് സർജൻസ് ഉൾപ്പെടെ എല്ലാവരും ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അല്ല അത് കുറച്ചും കൂടി വേറെ കുറെ കാര്യങ്ങൾ കോളേജിൽ എല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാണ് ആദ്യം നോക്കും. എന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരാൾ വന്നിട്ട് അവരോട് സംസാരിച്ച് അതിലൊരു തീർപ്പ് വരുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുതിയ പ്രിൻസിപ്പൾ 3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത് കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുകളിലാണ്. പ്രിൻസിപ്പളിന് അറിയില്ല കംപ്ലൈന്റ് കൊടുത്ത കാര്യം. 3 മാസമല്ല, ഈ MK റാം എന്ന് പറയുന്ന സാറിന്റെ പേരിൽ ഇഷ്ടംപോലെ അലിഗേഷൻസ് പിള്ളേര് വെർബലി ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കേസ് വന്ന് ആ MK റാമിന്റെ പേരിൽ ഉയർന്നുകൊണ്ടാണ് പുള്ളി മാത്രം എന്നുള്ളത്. അത് നമ്മൾ ബാക്കിയുള്ള കംപ്ലൈന്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ മാനേജ്മെന്റ് അധ്യാപകരുണ്ട്. അപ്പൊ അത് മാനേജ്മെന്റായി സംസാരിച്ച് അവർ നമുക്ക് ഡിസിഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പക്വമായിട്ടുള്ള ഡിസിഷൻ കിട്ടുന്നവരെ നമ്മൾ അവരോട് അത് സംസാരിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്രതിഷേധം നിർത്തുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.